പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ നടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എല്ലാവരും പറയുന്നതാണ് ഭയങ്കര ചൂടാണ് ചേച്ചി, അതനുസരിച്ചുള്ള വീഡിയോ ഇടണേ, എന്തെങ്കിലും സ്മൂത്തിയോ മിൽക്ക് ഷേക്കുകളോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ ഇടണേന്ന് എപ്പോഴും പറയുന്നതാണ്. ഇന്നത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന 95% പേർക്കും ഇത് അറിയാമായിരിക്കും. പക്ഷേ ചില കുട്ടികളെങ്കിലും എൻ്റെ അടുത്ത് ഈ ഒരു റെസിപ്പി ഇടണേ എന്ന് പറയുന്നുണ്ട്. ഇനി പക്ഷെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളായിരിക്കാം, അറിയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത് ഇടണേ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നും. ഇതൊക്കെ ആർക്കും അറിയാൻ വയ്യാത്തെ, എല്ലാവർക്കും അറിയാമല്ലോ എന്ന്. പക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നു. ഇത് അറിയാവുന്നവര് ദയവ് ചെയ്ത് ക്ഷമിച്ചേക്കണേ. ഞാൻ ഉടനെ വേറെ സ്പെഷ്യൽ റെസിപ്പികൾ ഇടാം. തണ്ണിമത്തങ്ങ കൊണ്ടുള്ള ഒരു ജ്യൂസ് ആണ് ഇന്നത്തേത്, വാട്ടർമെലൻ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിൽ തണ്ണിമത്തങ്ങ എന്നാ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ കുമ്മട്ടിക്ക അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് കറക്റ്റ് ഇവിടെ കമന്റ് ഇട്ടാൽ അല്ല എനിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഞാൻ ഫുൾ എടുക്കുന്നില്ല, ഇതിന്റെ പകുതി എടുക്കുന്നുള്ളൂ. ഇതിന് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണമോ അത്രേ എടുക്കാം, എത്ര ഗ്ലാസ് വേണം അത്രേ എടുക്കാം. ഞാൻ ഇതിന് വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഫ്രഷ് തണ്ണിമത്തങ്ങ ജ്യൂസ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതില് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം, പുതിന ഇല ചേർക്കാം, ഇഞ്ചി ചേർക്കാം. മധുരം ചേർക്കരുത്, കാരണം വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും അത് അങ്ങനെ തന്നെ കുടിക്കണം. കഴിവതും മധുരം ചേർക്കരുത്. ഞാനിതിൽ എൻ്റെ ജ്യൂസറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറയുന്നുണ്ട്. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഇതിന്റെ തൊലി അധികം കളഞ്ഞിട്ടില്ല, കാരണം ജ്യൂസറിൽ നന്നായിട്ട് അത് അടിച്ചു കിട്ടും. അത് ആ വെള്ള ഭാഗത്തിലും നല്ല നീരുണ്ട്. നിങ്ങളുടെ സാധാ മിക്സി ജാറിലും ഇത് നമുക്ക് ചെയ്യാം. മിക്സി ജാറിൽ ഇട്ട് ചെയ്യുമ്പോൾ ലേശം വെള്ളം ചേർക്കാം. ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല, കാരണം പ്യുവർ ജ്യൂസായിട്ട് തന്നെയാണ് കിട്ടുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിലാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ ആ കുറച്ചുകൂടി ചെത്തി കളഞ്ഞിട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അടിച്ചു കിട്ടും. ഇതാണ് എൻ്റെ ജ്യൂസർ. നിങ്ങൾ പലരും പഴയ എൻ്റെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോഴൊക്കെ എല്ലാവരും ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. ഞാൻ കമന്റിൽ കൂടി മറുപടി കൊടുത്തിട്ടുണ്ട്. ജയ്പാന്റെ ജ്യൂസറാണിത്. ഞാൻ 3 വർഷത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഇതുവരെ ഒരു കുഴപ്പവുമില്ല. പ്രത്യേകിച്ച് ചൂട് സമയത്ത് ഇത് നോൺ സ്റ്റോപ്പ് ഇവിടെ വർക്കായിരിക്കും. ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഹാർഡായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ഫ്രഷ് പ്യൂർ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അതായത് നെല്ലിക്കയാണെങ്കിലും ക്യാരറ്റ്, ബീട്രൂട്ട്, മത്തങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഫ്രഷ് ജ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് നമുക്ക് ചെയ്തെടുക്കാനും. ഇതിപ്പോ താഴത്തെ നമ്മുടെ ജാറ് ഫുള്ളായി. ഇനി ഇതിൽ പറ്റത്തില്ല. നമ്മൾ എടുത്തു വെച്ചതിൽ ഈ 2 പീസ് മാത്രമേ ഉള്ളൂ ഇടാഞ്ഞത്, ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിന്റെ വേസ്റ്റ് എത്രയും പോയെന്ന് ഞാൻ കാണിക്കാം. ഞാൻ ഈ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ജ്യൂസറിനെ പറ്റി ക്ലിയർ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയാമെന്ന് കരുതി പറഞ്ഞതാണ്. വേസ്റ്റ് ഒട്ടും അങ്ങനെ അധികം പോയിട്ടില്ല, ലേശം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും പിഴിഞ്ഞ് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പ്യുവർ ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ജ്യൂസർ മേടിക്കാം, ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾക്ക് ഓൺലൈൻ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതല്ല അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കുന്ന സ്പെസിഫിക്കേഷനൊക്കെ വായിച്ച് മനസ്സിലാക്കണമെന്നുള്ളവർക്കും അവിടെ പോയി വായിച്ച് മനസ്സിലാക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ചേർക്കാമേ. ഞാനിപ്പോ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വേണ്ടിയാണ് ഐസ് ഇടുന്നത്. പൊതുവെ ഞങ്ങൾ ഇവിടെ ഐസ് ഇടാതെയാണ് കുടിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ തണ്ണിമത്തങ്ങ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ എടുത്ത അരമുറി ഇതുപോലെ 2 ഗ്ലാസ്സിനുണ്ട്. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.